മോളെ ആ മോട്ടർ ഒന്നിട്ടെ, വെള്ളം തുറന്നു. എന്താ കെട്ടിയോളെ ശില പോലെ നിൽക്കുന്നേ? അത് അച്ഛനുണ്ട്. ഞാൻ പുറത്തേക്ക് വരാം. പ്ലീസ് പുറത്തേക്ക് പോ. ശരി. ഇതെന്താ വലിയ ഇങ്ങോട്ട് പോകുന്നത്? എന്നെ അവിടെ കണ്ടില്ലെങ്കിൽ അച്ഛൻ അന്വേഷിക്കും. ചേടാ, കുളിക്കാൻ പോയ ദാസേട്ടൻ ഇറങ്ങി വരുമ്പോ നമ്മളെ കാണണ്ടെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് നിന്നത്. ഇപ്പൊ അതും കുഴപ്പമായോ? അത്ര ഡിമാൻഡ് ആണെങ്കിൽ പൊയ്ക്കോ, ഞാനിവിടെ തനിച്ചു നിന്നോളാം. എന്താ വലിയ ഇത്? അച്ഛന്റെ സ്വഭാവം അറിയാലോ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. ആട്ടെ, എന്തിനാ ഇപ്പൊ കാണാൻ വന്നത്? എനിക്ക് കാണണം തോന്നി, ഞാൻ വന്നു. അത് നന്നായി. ഒരു പക്ഷേ ഇനി ഇങ്ങനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? നാളെ തൃച്ചംബരത്ത് അനുഗ്രഹ പൂജയല്ലേ? എന്താ? വധൂവരന്മാർ പരദേവതയുടെ അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങ അനുഗ്രഹ പൂജ. എന്താ? വധൂവരന്മാരെന്ന് പറഞ്ഞ ഗംഗയും വല്യൂഞ്ഞും അല്ലേ? അമ്മ പറയുന്ന അനുസരിച്ച് അതിനൊക്കെ നിന്നു കൊടുത്തല്ലേ പറ്റൂ കല്യാണി. അപ്പോ ഞാനതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കണം അല്ലേ വല്യൂഞ്ഞെ? ഞാനെന്താ കല്ലോ മരോ മറ്റോ ആണോ? മനുഷ്യസ്ത്രീ അല്ലേ? വിഷമിക്കാതെ കല്യാണി, നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒന്നിക്കും. അടുത്ത ജന്മത്തിലോ? തെറ്റെന്റേതാ വല്യൂഞ്ഞെ. ഞാൻ മോഹിക്കരുതായിരുന്നു. വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ പാടില്ലായിരുന്നു. നമ്മുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കും കല്യാണി, എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. എന്നാ എനിക്ക് അവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കില്ല. വല്യുകുഞ്ഞിനോടുള്ള ഇഷ്ടം കൊണ്ട് തൽക്കാലം ഞാൻ ആത്മഹത്യ ചെയ്യില്ല. കാരണം പേരുദോഷം വരുന്നത് വല്യുകുഞ്ഞിന് തന്നെ ആയിരിക്കും. പക്ഷേ എനിക്കൊരു ജീവിതമില്ല. ഇപ്പൊ എനിക്ക് ഇത്രേ അറിയാവൂ. ഗംഗേ, ദേ പ്രിയങ്ക വാ. സത്യം പറയാലോ പ്രിയങ്ക, ഞാനിപ്പോ പ്രിയങ്കയുടെ കാര്യം അങ്ങോട്ട് ആലോചിച്ചതേ ഉള്ളൂ. അപ്പോഴേ പ്രത്യക്ഷപ്പെട്ടല്ലോ. സന്തോഷം. ആന്റി ആലോചിച്ചല്ലോ. നല്ല ആലോചന ആയിരിക്കും കരുതാം അല്ലേ? ഉറപ്പായിട്ടും. തൊഴുതു പ്രാർത്ഥിച്ചത് ദൈവങ്ങളെ ആണെങ്കിലും ആപത് ബാന്ധവ എന്നും പ്രിയങ്ക തന്നെയാണല്ലോ. ആപത് ബാന്ധവ, നല്ല വിശേഷണം.
ആന്റി നന്നായിട്ട് പ്രാർത്ഥിച്ചില്ലേ? ആ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. ഉള്ളിൽ ആളി പടരുന്ന അഗ്നിയെ ശാന്തമായി ഒഴുകുന്ന പുഴയാക്കി മാറ്റുന്ന ഒന്നാണ് പ്രാർത്ഥന. ഒട്ടും കുറയ്ക്കണ്ട. അതതിന്റെ വഴിക്ക് പോട്ടെ. ആയുധമെടുക്കുമ്പോ ലക്ഷ്യം പിഴക്കില്ല. എന്താ ഗംഗെ, തൃച്ചംബരത്ത് പുതിയ വിശേഷം? അഖിലാണ്ടേശ്വരിക്ക് നീരസൊന്നും ഇല്ലല്ലോ? ഏയ് ഇല്ല, കൃത്യസമയത്തായിരുന്നു ജോത്സന്റെ വരവ്. പിന്നീട് എന്നോട് ക്ഷമ ചോദിച്ചു. മൂത്ത മരുമകളായി എന്നെ ഒന്നുകൂടി ഉറപ്പിച്ചു. ഞാൻ പ്രതീക്ഷിച്ചതും അതുതന്നെയാണ്. ആ നാളെ അനുഗ്രഹ പൂജ. അപ്പോ നാളെ ഒരു പടി കൂടി കടക്കുന്നു അല്ലേ? എല്ലാം നല്ലതിനാവട്ടെ. അപ്പോ നീ ആനന്ദമായുള്ള വിവാഹത്തിലേക്ക് അടുത്തു എന്ന് തന്നെ കരുതാം. വൈകാതെ കല്യാണം ഉണ്ടാവും. എന്താ, അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ. നാടും നാട്ടാരും ഉത്സവമാക്കി മാറ്റുന്ന കല്യാണം. കതിർ മണ്ഡപത്തിൽ വരനായി ആനന്ദ് കൃഷ്ണനും വധുവായി നാഗമഠത്തിൽ ഗംഗയും. കൊള്ളാം. നിലവിളക്കും നിറപറയും കതിർ മണ്ഡപവും ഒരുക്കി തുളസിക്കതിർ മാലയും ചാർത്തി കഴുത്തിൽ താലിയും സിന്ദൂരരേഖയിൽ കുങ്കുമവും ചാർത്തി എന്റെ അനുജത്തി ആനന്ദിന്റെ മണവാട്ടിയാവും. പക്ഷേ വിവാഹം എന്ന താഴില്ല പൂട്ടിന്റെ താക്കോല് തിരയാനല്ല, മറിച്ച് താഴ് പൊളിച്ചെടുക്കാനാവണം നിന്റെ പോക്ക്. നിന്റെ തുടക്കവും അഖിലാണ്ടേശ്വരിയുടെ ഒടുക്കവുമാവണം ഈ കല്യാണം. ആന്റിക്കും സന്തോഷിക്കും. ആന്റിക്ക് കിട്ടാൻ പോകുന്നത് പണ്ട് ഇതുപോലൊരു ദിവസം തൃച്ചംബരത്തേക്ക് വലതു കാല് വെച്ച് കയറിയ നാൾ മുതൽ കൊതിക്കുന്ന മഹാറാണി പട്ടം. അതെ, അത് തന്നെയാണ് പ്രിയങ്കെ എന്റെ ആഗ്രഹവും പ്രാർത്ഥനയും സ്വപ്നവും. ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്ന നാളടുത്തെത്തി ആന്റി. ഒരു പട്ടാഭിഷേകത്തിന് തയ്യാറെടുത്തോ? ആ പിന്നെ ഇതൊരു ക്ഷേത്രമല്ലേ, പലരും വന്നു പോകുന്ന സ്ഥലം. നമ്മൾ സംസാരിച്ചു നിൽക്കുന്നത് ആരുടെയെങ്കിലും കണ്ണിൽ പെട്ടാൽ എല്ലാം തകർന്നു. ഇപ്പൊ പ്രിയങ്ക ഒരു ഒളിപ്പോരാളിയല്ലേ? പ്രിയങ്കെ, എന്തു പറ്റി? ചെല്ല, ഈ പ്രിയങ്ക കൂടെ ഉണ്ടാവും. ഒരു കൈ ദൂരത്ത് നിഴൽ പോലെ. ശരി പ്രിയങ്കെ. ശരി പ്രിയങ്ക. ആ ഗംഗെ, ഞാൻ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാറുള്ളൊരു കാര്യം തന്നെ. ഒരു തവണ വിജയിച്ചവരെക്കാൾ അറിവും അനുഭവവും കൂടുതൽ തവണ പരാജയപ്പെട്ടവർക്കായിരിക്കും. കണ്ണടച്ച് വിശ്വസിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവർ ഒരുക്കുന്ന ചതിക്കുഴി നമ്മൾ കാണില്ല, അറിയില്ല. മനസ്സിലായി. ഊണിലും ഉറക്കത്തിലും ഒരു കണ്ണ് എപ്പോഴും വിലാസിനിയുടെ മേൽ തുറന്നു വച്ചിരിക്കണം. അവൾ ആട്ടിൻതോലിട്ട ചെന്നായ. ശരി.
കേട്ടോ ആനന്ദേ, ഞാൻ വിചാരിച്ചിരുന്നത് ഞങ്ങൾ ബ്രാഹ്മിൺസിനാ ആചാരങ്ങൾ കൂടുതലെന്ന്. പക്ഷെ ഇപ്പൊ മനസ്സിലായി അതൊന്നും ഒന്നുമല്ലെന്ന്. ഇത് കടുപ്പം. എന്റെ സുബ്ബണ്ണ, മുതുമുത്തച്ഛന്മാരുടെ കാലത്ത് നാട്ടുരാജാക്കന്മാരുടെ ഭരണാധികാരം കൽപ്പിച്ചു തന്നൊക്കെയാണ് അമ്മ പറയാറ്. അതാണത്രേ ആചാരങ്ങളൊന്നും തെറ്റിക്കാതെ തുടർന്നുകൊണ്ട് പോകുന്നത്. ഏതായാലും ഇതിത്തിരി കൂടിപ്പോയി. അമ്മേ, ആ സുബ്ര എത്തിയോ? അരവിന്ദ്, നന്ദന എവിടെ? ഇനിയും വന്നില്ലേ? അതമ്മേ, ഞാൻ വിളിച്ചിരുന്നു. നന്ദന അവിടെ എത്തിയപ്പോ പെർമനന്റ് ആയിട്ടുള്ള ഒരു ലെക്ചറർ ലീവ് എടുത്തു. അവര് തിരിച്ച് ജോയിൻ ചെയ്താലേ അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ. കല്യാണത്തിന് മുമ്പ് എന്തായാലും എത്തും. ഗംഗേ, ഇന്നത്തെ അനുഗ്രഹ പൂജയിൽ ഈ ആന്റി നിനക്ക് നയന മനോഹരമായ ഒരു കാഴ്ചയും മറക്കാത്ത ഒരു അനുഭവവും ഒരുക്കിത്തരും. നോക്കിക്കോ. എന്നാ പിന്നെ അനുഗ്രഹ പൂജ തുടങ്ങാം. എന്താ കല്യാണി, എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാണ് മാഡം. സുബർണ, അതെന്ത് സാധനം? കല്യാണി, നീ എവിടെ പോന്നു? ഞാൻ അടുക്കളയിലേക്ക്. കൊള്ളാം. ഇവിടെ ഇങ്ങനെ ഒരു വലിയ ചടങ്ങ് നടക്കുമ്പോ നീ ഇവിടെ ഉണ്ടാവണം. ചേച്ചി, അനുഗ്രഹ പൂജ കല്യാണിയെ കൊണ്ടങ്ങ് ചെയ്യിച്ചാലോ? ഒന്നുമില്ലേലും കല്യാണി ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയല്ലേ? കല്യാണി തന്നെ ആനന്ദിന്റെയും ഗംഗയുടെയും പാദങ്ങൾ കഴുകി പൂജ ചെയ്യട്ടെ. മാത്രമല്ല, കല്യാണിക്ക് അതൊരു സന്തോഷമാവും. അല്ലേ കല്യാണി? എന്താ കല്യാണി, തയ്യാറല്ലേ? ചെയ്യാം മാഡം. അങ്ങനെയാണെങ്കിൽ വൈകിക്കണ്ട, തുടങ്ങിക്കോളൂ. കല്യാണി, ഗംഗയുടെ പാദം കഴുകി തന്നെ തുടങ്ങിക്കും.
ഇനി നിങ്ങൾ രണ്ടുപേരും ശിവരാമേട്ടന്റെയും അഖിലേച്ചിയുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങണം. ചെല്ലേ. കൃഷ്ണ ദൈവമേ കൈത്തൊഴ. എല്ലാവിധ ഐശ്വര്യങ്ങളും സർവേശ്വരൻ നൽകട്ടെ. ദീർഘമംഗല്യം ഭവിക്കട്ടെ. നാളത്തെ മൈലാഞ്ചി ചടങ്ങിന് കല്യാണി തന്നെ മെഹന്തി ഇടട്ടെ. അത് ആന്റി, ഗംഗേ, കല്യാണി മനോഹരമായി മെഹന്തി ഇടും. ഏത് ഡിസൈൻ വേണോന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. കൃഷ്ണേട്ടാ പോവാം. ശരി. സ്റ്റെല്ല ഓഫീസിലേക്ക് പൊയ്ക്കോ. മാഡം. കൃഷ്ണേട്ടാ. ആ, അത്യാവശ്യമായി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിറങ്ങി വിളിക്കേണ്ട ചില വീടുകളുണ്ട്. പോയിട്ട് വരാം. ശരി അച്ഛാ. ഒരു നയന മനോഹര കാഴ്ച. ഒരൊറ്റ വിഷമമുള്ള സാരി കയറിപ്പോയില്ല.